ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സംവിധാനത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ടു പോകാനാകില്ലെന്നും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ ശക്തിപ്പെടണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംവരണം അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഒരു കുതിപ്പ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക, വിജ്ഞാന കേരളവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ വിജ്ഞാനത്തെ രൂപപ്പെടുത്തുക എന്നുള്ള പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തെ മാത്രം ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ സർവകലാശാലയുടെ മേലെ കൊണ്ടുവരാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹിക സമത്വവും ഉൾപ്പെടെയുള്ള പ്രശ്നം. അപ്പോൾ സംവരണം അട്ടിമറിക്കാൻ അനുവദിക്കില്ല. സംവരണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം. അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു 40% കുട്ടികൾക്കെങ്കിലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, അതുപോലെ വിദ്യാർത്ഥി സ്വാതന്ത്ര്യം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ SFI പറഞ്ഞതുപോലെ SFIക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെയായിട്ട് ചർച്ച ചെയ്യാം.